അപ്പൊ നമുക്ക് അപ്പം ഇതിന്റെ പ്രത്യേകത കേൾക്കാലോ അല്ലെ? യെസ്, സ്ക്രീൻ വന്നല്ലോ. അപ്പൊ നമ്മുടെ കൂൺ കൃഷിയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ വളരെ ചെറിയ സൗകര്യം മതി. ഞാൻ മറ്റതിൽ നേരത്തെ പറഞ്ഞു എന്താ, അതിന് നമുക്ക് കൃഷിയിടം വേണം, കാലാവസ്ഥ അനുകൂലമായിരിക്കണം, അങ്ങനെ പല ഘടകങ്ങളും ഉണ്ട്. നേരെ മറിച്ച് നമ്മൾ കൂൺ കൃഷി ചെയ്യുകയാണെങ്കിൽ വളരെ ചെറിയ സൗകര്യത്തിൽ തന്നെ വളരെ ചെറിയ സ്ഥലത്ത് തന്നെ നമുക്ക് ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ മറ്റ് കൃഷികൾക്ക് വെയില് അത്യാവശ്യമാണ്. നേരെ മറിച്ച് കൂൺ കൃഷിയെ സംബന്ധിച്ചാണെങ്കിൽ വെളിച്ചം അല്ലെങ്കിൽ വെയിലൊരു പ്രശ്നമേ അല്ല. വെയിൽ വേണ്ട എന്നുള്ളതാണ്, വെളിച്ചം വേണ്ട എന്നുള്ളതാണ് ഇതിന്റെ ഒരു പ്രത്യേകത. പിന്നെ മറ്റ് കൃഷികൾക്ക് നമുക്ക് പല തരത്തിലുള്ള ഇൻപുട്സ് പുറത്തുനിന്ന് കൊണ്ടുവരേണ്ടി വരും. വളം, അത് ഇത് അങ്ങനെ പലതും വേണ്ടി വരും. നേരെ മറിച്ച് കൂൺ കൃഷിയാണെങ്കിൽ നമുക്ക് അതിന്റെ ഒന്നും തന്നെ ആവശ്യമില്ല. എന്താണോ നമ്മുടെ കൃഷിയിൽ നിന്ന് അവശിഷ്ടമായിട്ട് വേസ്റ്റ് എന്ന് പറയാൻ പറ്റില്ല എങ്കിലും നമ്മൾ ഉപയോഗിക്കുന്ന വാക്ക് അതാണല്ലോ, വേസ്റ്റ് ആയിട്ട് പുറന്തള്ളുന്ന അത് നമുക്ക് ഉപയോഗപ്പെടുത്തിയിട്ട് കൂൺ കൃഷി ചെയ്യാൻ പറ്റും. അതായത് നമുക്ക് തീരെ ഉപയോഗപ്രദമല്ല എന്ന് നമ്മൾ പറയുന്ന കാര്യങ്ങൾ ഉപയോഗപ്പെടുത്താൻ പറ്റും നമുക്ക് ഇവിടെ. അപ്പൊ അതുകൊണ്ട് തന്നെ അതിന്റെ എക്സ്പെൻസ് കുറവാണ്. പിന്നെ വളരെ അത്യാവശ്യം അല്ലെങ്കിൽ വളരെ പ്രധാനം എന്ന് പറയുന്നത്, ഇന്നിപ്പോഴ് എല്ലാവരും പോഷക സംബന്ധമായ ഭക്ഷണം അല്ലെങ്കിൽ ആരോഗ്യപ്രദമായ ഭക്ഷണത്തിനെ കുറിച്ചൊക്കെ സംസാരിക്കുന്ന സമയമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇതില് വളരെ പോഷക സമ്പന്നമാണ്, ആരോഗ്യത്തിന് വളരെയധികം ഉപയോഗപ്രദമാണ് ഈ കൂൺ എന്ന് പറയുന്നത്. പിന്നെ മറ്റ് നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുമ്പോൾ ഇപ്പോൾ പച്ചക്കറിയൊക്കെ തമിഴ്നാട്ടിൽ നിന്ന് കർണാടകയിൽ നിന്നൊക്കെ വരുമ്പോൾ ഒക്കെ വിഷം എന്നാണ് നമ്മൾ പറയുന്നത്. അപ്പം ആ ഒരു വെച്ച് നോക്കുമ്പോൾ ഇത് വീട്ടിനകത്താണ്, വീട്ടിന് പുറത്തല്ല, വീട്ടിനകത്താണ് നമ്മൾ കൃഷി ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു തരത്തിലുള്ള വിഷവും ഇതിനകത്തേക്ക് വരാനുള്ള സാധ്യതയില്ല. അതിനൊക്കെ പുറമെ ഔഷധ ഗുണം ഉണ്ടെന്നുള്ളതാണ്. പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നത്, ഇന്നിപ്പോഴ് സാധാരണ തൊഴിലാളികളൊക്കെ സംബന്ധിച്ചൊക്കെ ആണെങ്കിൽ, ദിവസ വേതനക്കാരെ സംബന്ധിച്ചാണെങ്കിൽ വളരെ ദയനീയമാണ് അവസ്ഥ. അപ്പൊ ഇതില് കൂൺ കൃഷിയിലേക്ക് തിരിയാണ്. മറ്റേത് കൃഷിയിലേക്കും പോയിട്ടൊരു എന്താ പറയുക, ഒരു വരുമാനം വരണമെന്നുണ്ടെങ്കിൽ ഒരു 4-5 മാസമൊക്കെ അല്ലെങ്കിൽ ഒരു വർഷമൊക്കെ നമ്മൾ കാത്തിരിക്കേണ്ടി വരും. നേരെ മറിച്ച് കൂൺ കൃഷിയിൽ നിന്നാണെങ്കിൽ നമുക്കൊരു 22ാമത്തെ ദിവസം മുതൽ നമുക്ക് അതിൽ നിന്നുള്ള വരുമാനം കിട്ടിത്തുടങ്ങും. ഇതാണ് ഇതിന്റെ ഒരു പ്രത്യേകത. പിന്നെ ആർക്കും ചെയ്യാൻ പറ്റും, വളരെ ചെറിയ സൗകര്യത്തിൽ ആർക്കും ചെയ്യാൻ പറ്റും, ഒരു അധ്വാനം ഇല്ല എന്നുള്ളതാണ് ഇതിന്റെ ഒരു പ്രത്യേകത. ഇനി നമുക്ക് ഔഷധ കൂണുകളെ കുറിച്ച് നോക്കാം. ഇതില് ഗാനോഡെർമ, ഇതിന്റെ വില എന്ന് പറയുന്നത് 1 കിലോ ഗാനോഡെർമക്ക് 1 ലക്ഷം രൂപ വരെ വില ഉണ്ടെന്നാണ് പറയുന്നത്. പക്ഷെ നമുക്ക് അത് അത്ര വ്യാവസായിക അടിസ്ഥാനത്തിൽ ഇവിടെ ചെയ്യാനുള്ള ഒരു കാലാവസ്ഥയല്ല, അതിന് വേറെ സൗകര്യങ്ങൾ വേണം. പക്ഷെ ഇങ്ങനെയൊക്കെയുള്ള കൂണുകൾ ഉണ്ടെന്ന് മനസ്സിലാക്കാം. ഇത് ഔഷധം എന്നുള്ള രീതിയിൽ അതിന് വളരെ പ്രാധാന്യമുണ്ട്. അതിന്റെ ഫാമിലി എന്ന് പറയുന്നത് പോളിപെരേസ്യ എന്നുള്ളൊരു കുലത്തിലാണ് ഈ ഗാനോഡെർമ ഇത് വരുന്നത്. ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ചൈന, കൊറിയ, ജപ്പാൻ എന്നീ രാജ്യങ്ങളിലാണ് ഇത്. അവിടുത്തെ ചികിത്സക്ക് ചൈനീസ് മെഡിസിനില് ഏറ്റവും പ്രധാനം ഒന്ന് കൂണുകളാണ്. അപ്പൊ അവിടെ ഇത് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ ഇതിന്റെ ഒരു മറ്റൊരു ഗുണം ദീർഘായുസ് എന്ന് പറയുമ്പോൾ 100-150 വരെ വയസ്സ് വരെ ജീവിക്കുക എന്നുള്ള, എത്ര കാലം ജീവിക്കുന്നുണ്ടോ അത്രയും കാലം ആരോഗ്യത്തോടെ ഇരിക്കാം. അതുകൊണ്ട് തന്നെ വേറൊരു തരത്തിൽ ഇതിനെ പറഞ്ഞ് ദേവന്മാരുടെ ഭക്ഷണം എന്ന് പറയാറുണ്ട്. അത് അവര് മരിക്കില്ല എന്നാണല്ലോ പറയുന്നത്. അപ്പൊ അമരത്വം നൽകുന്ന കൂൺ എന്ന പേരിലും ഈ ഗാനോഡെർമ അറിയപ്പെടുന്നുണ്ട്.
ഇതിന്റെ ഗുണങ്ങൾ ഇതൊക്കെയാണ്. ക്യാൻസറിനുള്ള ആന്റി ക്യാൻസറസ് പ്രോപ്പർട്ടി ഉണ്ട്. അതേപോലെ നമ്മുടെ രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇത് ഉപയോഗിക്കാൻ പറ്റും. പിന്നെ ആന്റി ഓക്സിഡന്റ് എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിൽ പ്രവർത്തിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിൽ ചില ഫ്രീ റാഡിക്കൽസ് എന്ന് പറഞ്ഞിട്ടുള്ള ഘടകങ്ങൾ ഉൽപ്പാദിപ്പിക്കപ്പെടും. ഇത് മറ്റ് കോശങ്ങളെ ആക്രമിക്കും. എത്രയും പെട്ടെന്ന് ഇതിനെ നിർവീര്യമാക്കിയിട്ടില്ല എങ്കിൽ അത് നമുക്ക് അതിന്റെ പ്രവർത്തനത്താല് ക്യാൻസർ ഒക്കെ വരാനുള്ള സാധ്യതയുണ്ട്. അപ്പം അതിനെ നിർവീര്യമാക്കാനാണ് ആന്റി ഓക്സിഡന്റ്. നമ്മളിപ്പം ആപ്പിളൊക്കെ ആപ്പിളൊക്കെ മുറിച്ച് വെച്ച് കഴിഞ്ഞാൽ അതിലൊരു കറുത്ത നിറം വരുമല്ലോ. കുറച്ച് സമയം മുറിച്ച് വെച്ചാൽ ഒരു കറുത്ത നിറം വരുന്നത് കാണും. അപ്പൊ അത് അന്തരീക്ഷത്തിലുള്ള ഓക്സിജനുമായിട്ട് പ്രവർത്തിക്കുന്നതുകൊണ്ടാണ്. ഏകദേശം അതേപോലെ തന്നെ ആന്റി ഓക്സിഡന്റ് പ്രവർത്തനം അതാണ്. അതേപോലെ നമ്മുടെ കരൾ സംരക്ഷണം, ആന്റി ബാക്ടീരിയൽ പ്രോപ്പർട്ടി ഉണ്ട്. അതേപോലെ തന്നെ ആന്റി വൈറൽ പ്രോപ്പർട്ടീസ്, ആന്റി ഫംഗൽ, പിന്നെ കൊളസ്ട്രോൾ കുറക്കാൻ വേണ്ടിയിട്ട് ഇത് ഉപയോഗിക്കാം. റേഡിയേഷൻ, ഇങ്ങനെ പല പല ഗുണങ്ങൾ അതിനുണ്ട്. അത് ജസ്റ്റ് മനസ്സിലാക്കാം. അപ്പൊ ഇതിൽ ഇങ്ങനെയുള്ള കുറെ ഘടകങ്ങൾ, പോളിസാക്കറൈഡ്, ഓർഗാനിക് ജെർമേനിയം, അഡിനോസിൻ, ടൈറ്റർപിനോയിഡ്സ്, മാംസ്യം, ഇങ്ങനെയുള്ള പല ഘടകങ്ങളും ഗാനോഡെർമയിൽ ഏറ്റവും കൂടുതൽ കാണാൻ പറ്റുന്നത്. ഇതൊക്കെയാണ് ഇതിന് ഔഷധ ഗുണം കൊടുക്കുന്നത് തന്നെ. ഇത് ഷിറ്റാക്കെ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കൂണാണ്. ഇതും ഔഷധ കൂണാണ്. ജപ്പാനിലാണ് ഇത് ഏറ്റവും കൂടുതൽ കാണുന്നത്. ഒരു മിനിറ്റ്. ഇതിനും കിലോ 10,000 രൂപ വരെ വിലയുണ്ടെന്നാണ് പറയുന്നത്. അവിടുന്ന് ഏറ്റവും കൂടുതൽ എക്സ്പോർട്ട് ചെയ്യുന്ന, അല്ലെങ്കിൽ അവിടുന്ന് എക്സ്പോർട്ട് ചെയ്യുന്ന ഒരു ഐറ്റമാണ് ഷിറ്റാക്കെ എന്ന് പറയുന്നത്. ആരോ കയ്യോ ഉയർത്തി? എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടോ? ക്ലിയർ ആണോ വോയിസ് ഒക്കെ? യെസ്, നോ? അല്ല, ആരോ കൈ ഉയർത്തിന്, അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്. ഓക്കെ അല്ലേ? കണ്ടിന്യൂ ചെയ്യാലോ? ഓക്കെ. എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് ചാറ്റ് ബോക്സിൽ ഒന്ന് ഇട്ടാൽ മതി, ഞാൻ അത് നോക്കിക്കോളാം. വോയിസ് ബ്രേക്ക് ആവുന്നത് എല്ലാവർക്കും ബ്രേക്ക് ആവുന്നുണ്ടെങ്കിൽ എൻ്റെ ഇവിടുത്തെ പ്രശ്നമാണ്. അപ്പൊ അതില്ല എന്നാണ് തോന്നുന്നത്. ചിലരെ മെസ്സേജ് വരുന്നുണ്ട് ഓക്കെ ആണെന്ന്. ആർക്കെങ്കിലും 1-2 ആൾക്കും ബ്രേക്ക് ആവുകയാണെങ്കിൽ അത് അവിടുത്തെ പ്രശ്നമാണ്. അപ്പം ഷിറ്റാക്കെ ഇതും ഒരു ഔഷധ കൂൺ വർഗത്തിൽ പെടുന്നതാണ്. ഇതിനും ഏജിങ്, അതായത് ആയുസ്സിന്, ശരീരത്തിലെ കോശങ്ങള് പെട്ടെന്ന് എന്താ പറയാ വാർദ്ധക്യം ബാധിക്കാൻ തടയാൻ പറ്റും. അതേപോലെ തന്നെ രക്തധമനികൾക്കുള്ള ആരോഗ്യം കൊടുക്കുന്നതാണ്. അതുപോലെ ബ്രസ്റ്റ് ക്യാൻസറിന് ഇതൊരു മെഡിസിൻ ആയിട്ട് ഉപയോഗിക്കുന്നുണ്ട്. പനി, ഡയബറ്റിക്സ്, ഇങ്ങനെ എന്തൊക്കെ നമ്മൾ അസുഖങ്ങൾ പറയുന്നുണ്ടോ ഇങ്ങനെയുള്ള എല്ലാ അസുഖങ്ങൾക്കും ഉള്ള ഒരു ഔഷധമായിട്ട് ജപ്പാൻ, കൊറിയ അങ്ങനെയുള്ള രാജ്യങ്ങളിൽ ഇത് ഇപ്പോഴും ഉപയോഗിക്കുന്നുണ്ട്, അവരുടെ ട്രഡീഷണൽ മെഡിസിൻസ്. ഇത് വേറൊരു കാറ്റഗറിയിൽ വരുന്നതാണ്. ജൂസ് ഇയർ മഷ്റൂം എന്ന് പറയും. ജൂതന്മാരുടെ ചെവി ഇങ്ങനെയാത്ര. ഇതും ബോൺ ടോണിക്, ആന്റി കൊളസ്ട്രോൾ, അതേപോലെ തന്നെ ഐ സ്വെല്ലിംഗ്, രോഗപ്രതിരോധം, ഇങ്ങനെയൊക്കെയുള്ള മരുന്നുകളായിട്ട് ഇത് ഉപയോഗിക്കുന്നുണ്ട് ഇപ്പോഴും. പിന്നെ ഇതാണ് ഓയിസ്റ്റർ മഷ്റൂം. അപ്പൊ നമ്മളിവിടെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ചിപ്പിക്കൂൺ, ഓയിസ്റ്റർ മഷ്റൂം എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ളതാണ്. ഇത് എങ്ങനെ നമുക്ക് കൃഷി ചെയ്യാം എന്നുള്ളതിനെ കുറിച്ചാണ് നമ്മൾ ഈ 2 ദിവസം ഡിസ്കസ് ചെയ്യുന്നത്. ഇതിനും പലതരത്തിലുള്ള ഔഷധ ഗുണങ്ങളുണ്ട്. ആന്റി കാൻഡിഡ, ആന്റി ഇൻഫ്ലമേറ്ററി, ആന്റി ക്യാൻസറസ് ആണ്, ആന്റി കൊളസ്ട്രോൾ ആണ്. ഇങ്ങനെയൊക്കെയുള്ള ഔഷധ ഗുണങ്ങള് ഓയിസ്റ്റർ മഷ്റൂം, ചിപ്പിക്കൂണിന് ഉണ്ട്.
അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മുടെ ആഹാരത്തില് അത് നിത്യ ആഹാരത്തിൽ ഒരു ഭാഗമാക്കുകയാണെങ്കിൽ, ഇത് മാത്രം കഴിക്കണം എന്നല്ല പറയുന്നത്, നമ്മുടെ പല കറികളും ഉണ്ടാക്കുന്നുണ്ട്, പല ഭക്ഷണ വിഭവങ്ങളും ഉണ്ടാക്കുന്നുണ്ട്, അതില് ഒരു ഐറ്റമായിട്ട് ഇത് ഉപയോഗിക്കുന്നത് നന്നായിരിക്കും. അതുപോലെ ബ്ലാക്ക് മഷ്റൂം, ഇത് ഹിമാചൽ പ്രദേശിൽ കണ്ടുവരുന്ന ഒന്നാണ്. അതുപോലെ നമുക്കിപ്പോ മരുന്നുകള്, ഇതിന് കൂണിന്റെ മരുന്നുകളുണ്ട്. മരുന്നുകൾ എന്ന് പറയുമ്പോൾ നമ്മൾ ആമസോണിലൊക്കെ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഗാനോഡർമയുടെ ഒക്കെ മരുന്നുകൾ ധാരാളം കാണാൻ പറ്റും. പക്ഷെ അത് വലിയ വിലപിടിപ്പുള്ള മരുന്നുകൾ. നിങ്ങളൊന്ന് സെർച്ച് ചെയ്ത് നോക്കാം. നാളത്തേക്ക് ഒരു ഹോംവർക്ക് ഞാൻ തരുന്നു നിങ്ങൾക്ക്. എന്താന്ന് വെച്ചാൽ നിങ്ങൾ എല്ലാവരും സോഷ്യൽ മീഡിയ അല്ലെങ്കിൽ ഗൂഗിൾ അല്ലെങ്കിൽ നെറ്റ്വർക്ക് ഉപയോഗിക്കുന്നവരാണല്ലോ. അപ്പം നിങ്ങൾ വേണ്ടത് നാളെ ഇങ്ങനെയുള്ള സൈറ്റിൽ പോയിട്ട് ഈ കൂണുമായി ബന്ധപ്പെട്ടുള്ള മരുന്നുകൾ അല്ലെങ്കിൽ പ്രോഡക്ട്സ് എന്തൊക്കെയാണ് അവൈലബിൾ ആണ് എന്നുള്ളത് ഒന്ന് നോക്കുക. എനിക്ക് തോന്നുന്നു സിനിക്ക് ഇവിടെ വോയിസ് കേൾക്കുന്നില്ല. സിനി തോമസ്, അത് വോയിസ് കേൾക്കുന്നില്ല, തീരെ കേൾക്കുന്നില്ല എങ്കിൽ അത് നിങ്ങൾ ജോയിൻ ചെയ്യുമ്പോൾ അവിടെ ചോദിക്കുന്നുണ്ട് വോയിസ് ഓഡിയോ എനേബിൾ ചെയ്യണോ വേണ്ടയോ എന്നുള്ളത്. അവിടെ നോന്ന് കൊടുത്തത് കൊണ്ടായിരിക്കാം. ഒരു മിനിറ്റ്, ഞാൻ സിനി എടുത്ത് റെസ്പോണ്ട് ചെയ്യട്ടെ. അപ്പം ഒരു ഹോംവർക്ക് നാളത്തേക്ക് ഞാൻ തരുന്നത്, നിങ്ങൾ നെറ്റിൽ സെർച്ച് ചെയ്തിട്ട് മഷ്റൂം പ്രോഡക്ട്സ് എന്തൊക്കെയാണ് അവൈലബിൾ, അതിന്റെ റേറ്റ് ഒക്കെ ഒന്ന് നോക്കുക. പിന്നെ നമ്മുടെ നാട്ടുവൈദ്യത്തില് പണ്ട് കാലത്ത് നമ്മുടെ പൂർവികർക്ക് അല്ലെങ്കിൽ നമ്മുടെ അപ്പനപ്പൂപ്പന്മാർക്കൊക്കെ അറിയാം കൂണുകളുടെ ഗുണം എന്താണെന്ന്. നമ്മുടെ നാട്ടിൽ കണ്ടുവരുന്ന ഒന്നാണ് ഒരു പ്ലാച്ചാണം എന്ന് പറഞ്ഞിട്ട്, നമ്മുടെ നാട്ടുവൈദ്യത്തിൽ പണ്ട് ഉപയോഗിച്ചിരുന്നതാണ്. പഴയ മരങ്ങളുടെ, ഉണങ്ങിയ മരങ്ങളുടെ തടികളിലൊക്കെയാണ് കാണുക. പഴയ പ്ലാവിന്റെ ഒക്കെ ചിലപ്പോൾ കാണും അത്. അതിന് ആന്റി വൈറൽ പ്രോപ്പർട്ടി ഉണ്ട്, അതേപോലെ ആന്റി ബാക്ടീരിയൽ ആണ്, ആന്റി ട്യൂമർ ആണ്. ഇങ്ങനെ പല പല ഔഷധ ഗുണങ്ങളും നമ്മുടെ പൂർവികർക്ക് അറിയാമായിരുന്നു. അതുകൊണ്ട് തന്നെ പണ്ട് കാലത്ത്, ഇത് എൻ്റെ ചെറുപ്പകാലത്ത് ഞാൻ ഓർക്കുന്നുണ്ട്, അഞ്ജതിക്ക് മുണ്ടിവീക്കം വന്നപ്പോ, മംസ് അത് വന്നപ്പോ, ഇത് ചന്ദനം നമ്മൾ ആക്കുമല്ലോ, ചന്ദനം തേക്കുന്നത് പോലെ തേച്ചിട്ട് നമ്മൾ ആ ഭാഗത്ത് അപ്ലൈ ചെയ്യാം. ഇത് ഉപയോഗിക്കേണ്ടത് ഇങ്ങനെ, തേനും വേട്ടാളിയന്റെ കൂട്ടിലെ മണ്ണ്, അതും രണ്ടും കൂടി ചേർത്തിട്ട് ഇത് ഉപയോഗിച്ച പെട്ടെന്ന് 3-4 ദിവസം കൊണ്ട് തന്നെ അതിൽ വ്യത്യാസം കാണാം. അത്രയും ബെസ്റ്റ് ആയിട്ടുള്ള പ്രകൃതിയിൽ നിന്ന് കിട്ടുന്ന ഒരു മരുന്നാണ് ഈ പ്ലാച്ചാണം എന്ന് പറയുന്നത്. പിന്നെ ഇതുപോലെ നിലമാങ്ങയും ഇപ്പോഴ് നമുക്ക് കാണാൻ പറ്റില്ല. ഇതൊക്കെ ചെതൽപ്പുറ്റുകളിലാണ് കാണാം. പണ്ടത്തെ ഈ തറവാട് വീടുകളൊക്കെ പൊളിച്ചു മാറ്റുമ്പോൾ അവിടെ അവരുടെ തറയൊക്കെ കളിച്ചു മാറ്റുമ്പോൾ അതിൽ ചെതൽപ്പുറ്റുകൾ കാണും. ആ ചെതൽപ്പുറ്റുകളിൽ കണ്ടുവരുന്ന ഒന്നാണ് നിലമാങ്ങ എന്ന് പറയുന്നത്. പക്ഷെ അതും ഈ ചാണകമൊക്കെ മെഴുകിയിട്ട് എത്രയോ കാലം ഉപയോഗിച്ച വീട്ടിന്റെ അവിടേക്കേ വരുള്ളൂ. കാരണം അത്രമാത്രം ശുദ്ധമായ, ഇന്നിപ്പോ ഇത് കാണാത്തത് നമ്മുടെ രാസവളങ്ങളും മറ്റൊക്കെ ഉപയോഗിച്ചിട്ട് നമ്മുടെ മണ്ണിനെ നശിപ്പിച്ചു കഴിഞ്ഞു. അതുകൊണ്ട് ഇന്ന് ചെതലുമില്ല, ചെതൽപ്പുറ്റുമില്ല, അതുകൊണ്ട് ഇങ്ങനെയുള്ള കൂണുകളും ഇല്ല.
മിക്കവാറും കൂണുകള് ഇങ്ങനെയുള്ള കൂണുകളൊക്കെ വരുന്നത് ചെതൽപ്പുറ്റുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ്. അപ്പൊ ചെതലുകളെ നമ്മൾ നശിപ്പിക്കുമ്പോൾ ഇങ്ങനെയുള്ള ഔഷധങ്ങളും കൂടിയാണ് പ്രകൃതിനെ നമ്മൾ നശിപ്പിക്കുന്നുള്ള ആ ഒരു യാഥാർത്ഥ്യം മനസ്സിലാക്കുക. നിലമാങ്ങ പണ്ട് ഉപയോഗിച്ചിരുന്നത് മഞ്ഞപ്പിത്തത്തിനുള്ള മരുന്നായിട്ടാണ്, പാലില് ചേർത്തിട്ട് ഉപയോഗിക്കാത്ര ഇത്. ഇന്നും പക്ഷെ നമ്മുടെ ആദിവാസി ഊരുകളില് അവർക്ക് ആ മൂപ്പന്മാർക്കൊക്കെ അറിയാം ഇതിന്റെ ഗുണം, അതെവിടെ കിട്ടും എന്നുള്ളതും അവർക്ക് അറിയാം. കാരണം അവിടെ ഇപ്പോഴും ആ പ്രകൃതി ശുദ്ധമാണ്, രാസവളങ്ങളോ മറ്റൊന്നിന് വിഷങ്ങളോ അത്രത്തോളം അവിടെ എത്തിയിട്ടില്ല. ഇനി എന്തൊക്കെയാണ് കൂണിൽ അടങ്ങിയിരിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊക്കെ കൂണുകളിലുണ്ട്. വിറ്റാമിൻ ബി കോംപ്ലക്സും എല്ലാ വിറ്റാമിൻസും A to Z എന്ന് പറയാം. ഇങ്ങനെയുള്ള എല്ലാ വൈറ്റമിൻസും അല്ലെങ്കിൽ മിനറൽസും പ്രോട്ടീൻസും ഒക്കെ നമ്മുടെ കൂണുകളിൽ അവൈലബിൾ ആണ്. അതുകൊണ്ട് ഇതൊരു സമ്പൂർണ്ണ പോഷക ആഹാരം എന്ന് പറയാം നമുക്ക് വേണമെങ്കിൽ കൂണിന്. ഇത്രയും ഇത് കോമ്പണൻസ് ഉള്ളതാണ് ഇതിന്റെ ഔഷധ ഗുണം വർദ്ധിപ്പിക്കുന്നത് തന്നെ. ഇനി എല്ലാ കൂണുകളും ഭക്ഷ്യയോഗ്യമാണെന്ന് ചോദിച്ചാൽ അല്ല. വിഷക്കൂണുകളുണ്ട്. പറഞ്ഞല്ലോ എത്രയോ 1,00,000 സംതിങ് ഉള്ളതിൽ ആകെ നമുക്കൊരു 1400 എണ്ണം മാത്രമേ ഭക്ഷ്യയോഗ്യമുള്ളൂ. അതിലൊരു വളരെ കുറച്ചെണ്ണം മാത്രമേ നമ്മുടെ നാട്ടിൽ കാണുന്നുള്ളൂ. അതിൽ കുറച്ചെണ്ണം മാത്രമേ നമുക്ക് കൃഷി ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം ഇതൊക്കെ വിഷക്കൂണുകളാണ്. ഇനി ഭക്ഷ്യയോഗ്യമായ നമ്മുടെ നാട്ടിൻപുറത്ത് കാണുന്ന ഭക്ഷ്യയോഗ്യമായ കൂണുകളാണ് പാവക്കൂൺ. പാവക്കൂണിനൊക്കെ പറയുന്നത് ഈ മഴക്കാലത്ത് നമുക്ക് കിട്ടുന്നതാണ്. അതുപോലെ അരിക്കൂൺ, ഇതൊക്കെ വരുന്നത് ചെതൽപ്പുറ്റുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ്. അപ്പൊ ചെതൽപ്പുറ്റൊക്കെ നശിച്ചു പോയാൽ ഇതിനുള്ള സാധ്യതയില്ല. ഇപ്പൊ നമുക്ക് ചെതല്, നമ്മൾ പറയണ ചെതല് കയറിയല്ല നശിപ്പിച്ചു, ഒന്നും നശിപ്പിക്കുന്നില്ല. അപ്പൊ ഇങ്ങനെയുള്ള ഔഷധങ്ങളൊക്കെ അവരുടെ സാന്നിധ്യത്തിൽ ഉണ്ടാകുന്നുണ്ട് എന്നുള്ള ഒരു സത്യം നമ്മൾ മനസ്സിലാക്കാം. അതിന്റെ അരിക്കൂണിന്റെ പേര് തന്നെ ടെർമിറ്റോമൈസിസ് ആണ്. ഇതൊക്കെ കഴിച്ചിട്ടുണ്ടോ, കണ്ടിട്ടുണ്ടോ നിങ്ങള്? ഈ പാവക്കൂണും അതേപോലെ അരിക്കൂണും ഒക്കെ? യെസ്, നോ? കണ്ടിട്ടുണ്ട്. ഈ സീസണിൽ ആർക്കെങ്കിലും കിട്ടിയോ? കിട്ടി. സിനി തോമസിന് കിട്ടിയിട്ടുണ്ട്. യെസ്. നേരത്തെ സൗണ്ട് കേൾക്കാനായിട്ടാണോ കൈ ഉയർത്തിയ സിനി? വേണ്ട, ഓക്കെ. യെസ്. ഇപ്പൊ പാവക്കൂൺ, അരിക്കൂൺ. ഇനി അപ്പം ഇത്രയും കാര്യങ്ങൾ നമ്മൾ ജനറലായിട്ട് സംസാരിച്ചത് മാത്രമാണ്. കാരണം കൂണിനെ കുറിച്ച് പഠിക്കുമ്പോൾ നമ്മളിപ്പോ ചിപ്പിക്കൂണാണ് കൃഷി ചെയ്യുന്ന വെച്ചിട്ട് അത് മാത്രം അറിഞ്ഞാൽ പോരല്ലോ, വേറെ എന്തൊക്കെയുണ്ട് ആ കുടുംബത്തിലുള്ളതെന്ന് നമുക്ക് അറിയണം. അപ്പൊ അതിനു വേണ്ടിയാണ് ഇത്രയും സംസാരിച്ചത്. ഇതിൽ നമുക്ക് ഇവിടെ ചെയ്യാൻ പറ്റുന്നത് ഒന്ന് ബട്ടൺ മഷ്റൂം, അതേപോലെ തന്നെ ചിപ്പിക്കൂൺ, അതേപോലെ പാൽക്കൂൺ. അതില് ബട്ടൺ മഷ്റൂം ചെയ്യണമെന്നുണ്ടെങ്കിൽ, ബട്ടൺ മഷ്റൂം കൃഷി ചെയ്യണമെന്നുണ്ടെങ്കിൽ വളരെ ചെലവ് കൂടുതലാണ്. അതിന് AC സൗകര്യം ഉണ്ടെങ്കിൽ മാത്രമേ അത് ചെയ്യാൻ പറ്റുള്ളൂ. ചിപ്പിക്കൂണാണെങ്കിൽ കേരളത്തിലെ കാലാവസ്ഥയെ സംബന്ധിച്ച് നോക്കുമ്പോൾ കേരളത്തിലെ കാലാവസ്ഥയ്ക്ക് ഈ മഴക്കാലത്ത് ഏറ്റവും അനുയോജ്യമായതാണ് ചിപ്പിക്കൂൺ. കാരണം അതിനൊരു ബിലോ 30 ഡിഗ്രി സെൽഷ്യസ്, 30 ഡിഗ്രിക്ക് താഴെ ചൂട് മാത്രമേ പാടുള്ളൂ. അത് വേണ്ടൂ എന്നല്ല, 30 ഡിഗ്രി താഴെ ചൂട് മാത്രമേ അതിന് പാടുള്ളൂ. ചോദ്യങ്ങൾ നമുക്ക് നിങ്ങളുടെ എല്ലാ ചോദ്യങ്ങൾക്കും ഉള്ള ഉത്തരം ഉണ്ടാവും. എൻ്റെ അറിവിന്റെ പരിമിതിക്കകത്ത് നിന്നുകൊണ്ട് അത് നമുക്ക് അവസാനം എടുക്കാം. ഇപ്പൊ ആദ്യം നമുക്ക് പോർഷൻസ് ഒന്ന് തീർക്കാം, ഇന്നത്തെ പോർഷൻസ് ഒന്ന് തീർക്കാം. എന്നിട്ട് നിങ്ങൾ എന്ത് ചോദിച്ചോളൂ, എനിക്കത് അറിയാത്തതാണെങ്കിൽ ഞാൻ എവിടുന്നെങ്കിലും അറിയുന്ന ആൾക്കാരോട് ചോദിച്ചിട്ടെങ്കിലും അതിനുള്ള ഉത്തരം തരും.
യെസ്. ഇപ്പം ചിപ്പിക്കൂൺ ആകുമ്പോൾ അതിന് 30 ഡിഗ്രി സെൽഷ്യസ് താഴെ ചൂട് മാത്രമേ വേണ്ടൂ. അതുപോലെ ഈർപ്പം വേണം. അപ്പം ഈ മഴക്കാലം എന്ന് പറയുന്നത് ശരിക്കും ചിപ്പിക്കൂൺ കൃഷിക്ക് അനുയോജ്യമായ കാലമാണ്. നമ്മൾ പ്രത്യേകിച്ച് ഒരു ഒരുക്കങ്ങളൊന്നും വേണ്ട. അതായത് നമ്മൾ ഒരു റൂമിലാണ് ചെയ്യുന്നതെങ്കിൽ ഇപ്പോ മിക്കവാറും നിങ്ങൾ ഒരു റൂമിലായിരിക്കാം അടച്ചിരിക്കുന്നത്. ഫാന് പോലും ചിലപ്പം വേണ്ടി വരില്ല. നമ്മളൊരു റൂമിലാണ് ചെയ്യേണ്ടതെങ്കിൽ ആ റൂമിൽ ഒന്ന് കയറുക. എവിടെയാണോ നമ്മൾ ചിപ്പിക്കൂൺ കൃഷി ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ആ റൂമിലേക്ക് ഒന്ന് ജസ്റ്റ് കയറുക. വാതിലും ജനലൊക്കെ അടച്ചിട്ട് ഒരു അരമണിക്കൂർ സമയം അവിടെ നിൽക്കാം. അരമണിക്കൂർ നിന്നിട്ടും അവിടെ നിങ്ങൾക്ക് ഇറങ്ങിപ്പോകാൻ തോന്നുന്നില്ല എങ്കിൽ ആ റൂം ഇസ് ബെസ്റ്റ്. അത് ഇതിന് ബെസ്റ്റ് ആണ്. ഞാൻ പറഞ്ഞത് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. സാധാരണ നമുക്കൊരു അരമണിക്കൂറൊന്നും ഒരു വാതിലും ജനലും അടച്ചിട്ട് ഒരു റൂമിനകത്ത് ഇരിക്കാൻ പറ്റില്ല. ചൂട് സഹിക്കാൻ പറ്റില്ല നമുക്ക്, അല്ലേ? യെസ്. അപ്പൊ ഈ മഴക്കാലത്ത് നമുക്കതൊരു പ്രശ്നമല്ല. അപ്പം അങ്ങനെയുള്ള ഒരു അവസ്ഥയാണെങ്കിൽ നമുക്ക് അവിടെ ചിപ്പിക്കൂൺ കൃഷി ചെയ്യാം. ഇനി മറ്റത് മിൽക്കി മഷ്റൂം, പാൽക്കൂൺ. ഇതേ റൂമില് ഒരു 5 മിനിറ്റ് നിൽക്കുമ്പോൾ നിങ്ങൾക്ക് വാതിൽ തുറന്ന് പുറത്തേക്ക് ഇറങ്ങണം തോന്നുകയാണെങ്കിൽ, മനസ്സിലായില്ലേ പറഞ്ഞത്? ഇതേ റൂമിൽ, നേരത്തെ പറഞ്ഞ അതേ റൂമില് വാതിലും ജനലൊക്കെ അടച്ചിട്ട് നിങ്ങളൊരു കുറച്ച് സമയം നിൽക്കുമ്പോഴത്തേക്ക് തന്നെ നിങ്ങൾക്ക് ഒരു അസ്വസ്ഥത തോന്നുകയാണെങ്കിൽ, ഒരു ചൂട് ഒക്കെ തോന്നുകയാണെങ്കിൽ അത് പാൽക്കൂൺ കൃഷിക്ക് അനുയോജ്യമാണ് ആ റൂം. ഞാൻ പറഞ്ഞത് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. യെസ്. അപ്പം ഈ കാലാവസ്ഥക്ക് ഏറ്റവും അനുയോജ്യം നമുക്ക് ചിപ്പിക്കൂണാണ്. ഒരു നവംബർ ഡിസംബർ ഒക്കെ കഴിഞ്ഞ് ആ വേനൽക്കാലം തുടങ്ങുന്ന സമയത്ത് നമുക്ക് പാൽക്കൂണും ചെയ്യാവുന്നതാണ് കേരളത്തിലെ കാലാവസ്ഥയെ സംബന്ധിച്ച്. പക്ഷേ ഇതിൽ ഏറ്റവും ടേസ്റ്റ് എന്ന് പറയുന്നത് ആൾക്കാർ ഏറ്റവും ഇഷ്ടപ്പെടുന്നത് പാൽക്കൂണാണ്, അല്ല സോറി ചിപ്പിക്കൂണാണ്. അതുകൊണ്ടാണ് ചിപ്പിക്കൂൺ ഞാൻ ആദ്യത്തെ ഇതിനകത്ത് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. പിന്നെ മലയാളിയെ സംബന്ധിച്ച് നോക്കുമ്പോൾ ഇപ്പൊ നോക്കാം, നിങ്ങൾ ചില ഹോട്ടലിലൊക്കെ പോയിട്ട് മഷ്റൂം ഇതൊക്കെ പറഞ്ഞിട്ട് ഓർഡർ ചെയ്തിട്ടുണ്ടാവും. പക്ഷെ അതിൽ നമ്മൾ ചിലപ്പോ അതിനകത്ത് തെരഞ്ഞു നോക്കണം. ഒരു മഷ്റൂമിൽ ഒരു പീസ് കിട്ടണമെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അതിനകത്ത് നമുക്ക് കാണാൻ തന്നെ പറ്റണമെന്നില്ല. 1-2 പീസ് മാത്രമേ അതിനകത്ത് ഉണ്ടാവുള്ളൂ. ബാക്കിയൊക്കെ മിക്സഡ് വെജിറ്റബിൾസ് ആണ് അതിന്റെ കൂടെ വരുന്നത്. യെസ്, ശരിയല്ലേ? വെറും പ്യുവർ മഷ്റൂം കറിയായിട്ട് കിട്ടാറുണ്ടോ? ഇല്ല. അവര് മഷ്റൂം കറി എന്നൊക്കെ പറഞ്ഞ് നമുക്ക് തരുന്നത്, അതിൽ കുറച്ച് മഷ്റൂം മാത്രമേ കാണുള്ളൂ. പക്ഷെ നമ്മൾ വീട്ടില് ഒരു മഷ്റൂം കറി ഉണ്ടാക്കുകയാണെങ്കിൽ നമ്മളത് തനിച്ചാണ് ഉണ്ടാക്കുന്നത്. കേരളീയനെ സംബന്ധിച്ച് തനിച്ചാണ് മഷ്റൂം കറി ഉണ്ടാക്കുന്നത്. അതിന്റെ കൂടെ വേറൊന്നും ചേർക്കൂല സാധാരണ. അപ്പം ഈ പാൽക്കൂൺ ആ തരത്തില് വെക്കുകയാണെങ്കിൽ, എന്ന് പറയാൻ കാരണം പാൽക്കൂൺ അങ്ങനെ അത് സെപ്പറേറ്റ് അത് മാത്രമായിട്ട് വെക്കുകയാണെങ്കിൽ അധികം കഴിക്കാൻ പറ്റില്ല. കൂണിനോടുള്ള താല്പര്യം അതിനൊരു വല്ലാത്തൊരു ടേസ്റ്റാണ്. അതത്ര എല്ലാവർക്കും ഇഷ്ടാവില്ല. നിലവിൽ ചിപ്പിക്കൂൺ അങ്ങനല്ല, വേണമെങ്കിൽ പച്ചക്കനെ നമുക്ക് കഴിക്കാൻ പറ്റും. അത്രയും നല്ല ടേസ്റ്റിയാണ് ചിപ്പിക്കൂൺ. ഇപ്പൊ പാൽക്കൂൺ വെക്കുമ്പോൾ അത് തനിയെ വെക്കാൻ പറ്റൂല, മറ്റ് പച്ചക്കറികളുടെ കൂടെയൊക്കെ വെക്കുകയാണെങ്കിൽ വളരെ നല്ല ടേസ്റ്റ് എന്നല്ല, അത് കഴിക്കാൻ പറ്റും. ഇപ്പൊ ബട്ടൺ മഷ്റൂം, ചിപ്പിക്കൂൺ, അതേപോലെ തന്നെ പാൽക്കൂൺ. ഒന്നുകൂടി ഞാൻ ഓർമ്മിപ്പിക്കാം, ചിപ്പിക്കൂൺ മഴക്കാലത്ത് നമുക്ക് അനുയോജ്യമാണ്. പാൽക്കൂൺ ആണെങ്കിൽ വേനലിൽ നമുക്ക് അനുയോജ്യമാണ്. പാൽക്കൂണിന് 30 ഡിഗ്രി സെൽഷ്യസിന് മേലെ ചൂട് വേണം. ചിപ്പിക്കൂണിന് 30-ന് താഴെ മാത്രമേ പാടുള്ളൂ. ഇതിൽ ഇതാണ് ബട്ടൺ മഷ്റൂം എന്ന് പറയുന്നത്. ഒരു ബട്ടൺ പോലെ കാണും, മുട്ട് പോലെ കാണും. റൈറ്റ് സൈഡിൽ ചിപ്പിക്കൂൺ. ഇപ്പൊ ഇവിടെ റൈറ്റ് സൈഡിൽ ആ ചിപ്പിക്കൂണിന്റെ കണ്ടില്ല, ഇച്ചിരി ഗ്രില്ല് പോലെ. അപ്പൊ ആ ഗ്രില്ല് എന്ന് പറയുന്നത് അപ്പൊ അതിനകത്ത് അത് തൊടുമ്പോ അതിനൊരു പൊടി ഇങ്ങനെ വീഴുന്നതായിട്ട് കാണാൻ പറ്റും ഈ ഗ്രില്ലിന്ന്. അത് അതിന്റെ വിത്ത, സ്പോർസ് എന്ന് പറയും.
അപ്പം ഇതിന് നമുക്ക് ആ വിത്തൊക്കെ എടുത്തിട്ട്, അപ്പൊ അതിന് വിത്തിന് വേറെ പ്രോസസ് ഉണ്ട്. പിന്നെ താഴെ കാണുന്നതാണ് മിൽക്കി മഷ്റൂം. അത് മിൽക്കി എന്നുള്ള പേര് തന്നെ പേര് കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാവും, പാല് പോലെ വെളുത്തതാണ് അല്ലെ. നമുക്ക് എല്ലാവർക്കും വെളുത്തതിനോടാണ് താല്പര്യം. പക്ഷെ വെളുത്തതെന്ന് പറഞ്ഞിട്ട് മറ്റതിന്റെ അത്ര ഗുണമൊന്നുമില്ല. ആൾക്കാരെ കാണുന്നില്ലേ, ചിലരത് കാണാൻ നല്ല സുന്ദരനും സുന്ദരിയൊക്കെ ആയിരിക്കും, പക്ഷെ ഉള്ളത്ര നന്നായിരിക്കണമെന്നില്ലല്ലോ. തിരിച്ചും അങ്ങനെ, കാണാൻ വലിയ പക്ഷെ ആള് ഉള്ളില് ഭയങ്കര നല്ല നല്ല ആളായിരിക്കാം. ഇപ്പൊ കൂണിലും അങ്ങനെ തന്നെയാണ്. കാണാൻ സൗന്ദര്യം ഉണ്ടെന്ന് വെച്ചിട്ട് അതിന് ഗുണം അല്ലെങ്കിൽ ടേസ്റ്റ് കൂടണം എന്നില്ല. പിന്നെ വേറൊന്നും പറയാറുണ്ട്, ഈ എങ്ങനെയാണ്, ഇന്നലെ ആരോ ചോദിച്ചു എങ്ങനെയാണ് ഈ എന്താ പറയാ വിഷക്കൂണുകളും അല്ലെങ്കിൽ ഭക്ഷ്യയോഗ്യമാണോ അല്ലയോ എന്നുള്ളത് മനസ്സിലാക്കുന്നത്. അതിന് പ്രത്യേകിച്ചൊരു വഴിയൊന്നുമില്ല. ഒരേ ഒരു വഴി എന്ന് പറയുന്നത് നമ്മുടെ പൂർവികര് തിന്നുകൊണ്ടിരുന്ന കൂണ് ഏതാണോ അത് മാത്രം കണ്ടെത്തുക, അത് മാത്രം കഴിക്കുക. അറിയാത്ത കൂണ് കഴിക്കാൻ പോണ്ട. ഇനി വെളുത്തതാണെന്ന് വെച്ചാൽ വെളുത്തതെല്ലാം ഭക്ഷ്യയോഗ്യമല്ല. മിന്നുന്നതെല്ലാം പൊന്നല്ല എന്ന് പറയുന്നത് പോലെ വെളുത്ത എല്ലാ കൂണുകളും ഭക്ഷ്യയോഗ്യമല്ല. പിന്നീട് കൂണ് കറുത്തതാണ് അല്ലെങ്കിൽ അതിന്റെ മഞ്ഞയാണ്, വെളുത്ത കളർ അല്ല എന്ന് പറഞ്ഞിട്ട് അത് വിഷക്കൂണും അല്ല. ഇനി ചിപ്പിക്കൂണുകൾ തന്നെ പലതരത്തിലുണ്ട്. സേജറിക്കാജോ അതൊരു ഗ്രേ കളറാണ്. ഫ്ലോറിഡ പ്യൂർ വൈറ്റ്, അത് പേര് പറയും പോലെ തന്നെ വൈറ്റ് കളർ ആയിട്ടാണ് വരുന്നത്. CO2, പിങ്ക് ഓയിസ്റ്റർ, അനന്തൻ എന്നൊക്കെ പറഞ്ഞിട്ട് പല നിറത്തിലുള്ള അല്ലെങ്കിൽ പല തരത്തിലുള്ള ചിപ്പിക്കൂണുകളുണ്ട്. അപ്പൊ ഇതൊക്കെയാണ് പലതരത്തിലുള്ള ചിപ്പിക്കൂണുകൾ. ആദ്യത്തേത് ഗ്രേ ഓയിസ്റ്റർ മഷ്റൂം, രണ്ടാമത് പിങ്ക്. ഇപ്പൊ പിങ്ക് മഷ്റൂം കണ്ടാൽ അതോ വിഷമാണ് അല്ലെങ്കിൽ തിന്നാൻ പാടുള്ള അതൊന്നും അതിനകത്ത് അതിനെ കുറിച്ച് പേടി വേണ്ട, കാണാൻ കുറച്ച് ഭംഗിയുണ്ട് അത്. അതുപോലെ കിങ് ഓയിസ്റ്റർ മഷ്റൂം മൂന്നാമത്തേത്. താഴെ അടുത്ത ഭാഗത്ത് യെല്ലോ ഒരു ഗോൾഡൻ കളറായിട്ട് വരുന്നത്. പിന്നെ മറ്റേത് രണ്ട് സ്ട്രോ മഷ്റൂംസ് ആണ്, വൈക്കോലിൽ വരുന്നത്, മിൽക്കി മഷ്റൂം. അപ്പൊ ഈ നാലെണ്ണാണ് ഇപ്പൊ ഇതിനകത്ത് ഓയിസ്റ്റർ മഷ്റൂംസ്. അപ്പം ഓയിസ്റ്റർ മഷ്റൂം പല തരത്തിലുണ്ട്. ഇത് ഷിറ്റാക്ക്, ബട്ടൺ മഷ്റൂം, വേറെ കുറച്ച് ഇമേജസ്. പിന്നെ നമുക്ക് നോക്കാം ഇത് എങ്ങനെ കൃഷി ചെയ്യാം. അതാണല്ലോ നമുക്ക് വേണ്ടത്. ചിപ്പിക്കൂൺ എങ്ങനെ കൃഷി ചെയ്യാം, അതിലേക്ക് പോവാം നമുക്ക്. ഇപ്പൊ എന്തൊക്കെയാ വേണ്ടത്? നമുക്ക് എന്തൊക്കെയാ വേണ്ടത്? എന്തൊക്കെയാണോ നിങ്ങൾ വേസ്റ്റ് ആയിട്ട് കളയുന്നത് അതൊക്കെ ഉപയോഗിക്കാം. ഇല്ലേ, അടുത്ത ഭാഗത്ത് കണ്ടില്ലേ ഈ എന്താ പറയാ യൂസ് ആൻഡ് ത്രോ പ്ലാസ്റ്റിക് ബോട്ടിൽസ്. നമ്മൾ വെള്ളം കുടിച്ച് കഴിഞ്ഞത് ഉടച്ച് കളയുന്ന പ്ലാസ്റ്റിക് ബോട്ടില്, അത് നമുക്ക് ഉപയോഗിക്കാൻ കൂൺ വളർത്താൻ വേണ്ടിയിട്ട് അത് എവിടെയെങ്കിലും കെട്ടിത്തൂക്കാം. എന്റെ റൈറ്റ് സൈഡിൽ നോക്കാം, വേസ്റ്റ് ബാസ്ക്കറ്റ്. അതിന്റെ പേര് തന്നെ അതാണ്, വേസ്റ്റ് ബാസ്ക്കറ്റ്. അത് ഉപയോഗിക്കാൻ നമുക്ക് കുറച്ചും കൂടി എളുപ്പമായി അത്. കാരണം അതിനകത്ത് ജസ്റ്റ് ഫില്ല് ചെയ്താൽ മതി, ബാക്കിയൊന്നും നമ്മൾ നോക്കേണ്ടതില്ല. അപ്പൊ വേസ്റ്റ് ബാസ്ക്കറ്റ് നമുക്ക് ഉപയോഗിക്കാം. പിന്നെ എന്തൊക്കെ ഇതിന് വേണം എന്നുള്ളതാണ്, സൗകര്യം എന്തൊക്കെ വേണം. എന്തൊക്കെ സൗകര്യം വേണം എന്ന് വെച്ചാൽ, ഒന്നൊരു ഷെഡ് വേണം നമുക്ക്. അതേപോലെ തന്നെ അത് തൂക്കിയിടാനും മറ്റും വെക്കാനുള്ള സൗകര്യം വേണം. പിന്നെ വളർത്താനുള്ള മാധ്യമം വേണം. അതേപോലെ അണുനശീകരണം നടത്തണം, അതിന് ആവി കയറ്റാൻ വേണ്ടി സൗകര്യം വേണം നമുക്ക്. പിന്നെ 100 ലിറ്റർ അളവിൽ ഒരു പ്ലാസ്റ്റിക് ബക്കറ്റ്, അതല്ലെങ്കിൽ അലൂമിനിയം അല്ലെങ്കിൽ ഒരു ഡ്രം, ഈ ടിന്നിന്റെ ഇതായാലും മതി. ഇത് ഞാൻ ചെറിയ അളവിൽ ഉള്ള കാര്യമാണ് പറയുന്നത്. പിന്നെ കൂൺ വിത്ത് വേണം. പിന്നെ ഡെറ്റോൾ, പൊട്ടാസ്യം പെർമാംഗനേറ്റ്, DDVP, നുവാൻ എന്ന് പറയും, അതൊരു കുമിൾനാശിന്. കാർബൻ ഡാസ്യം, അതിന് ബാവിസ്റ്റ് എന്ന് പറയും. പിന്നെ ഫോമാലിൻ. പിന്നെ ഒരു 2 പ്ലാസ്റ്റിക് ഷീറ്റ് വേണം. ഹാൻഡ് സ്പ്രേയർ വേണം. പിന്നെ പ്ലാസ്റ്റിക് ബാഗ്. പ്ലാസ്റ്റിക് ബാഗ് എന്ന് പറയുന്നത് നമ്മൾ കടയിൽ നിന്ന് അരിയൊക്കെ കെട്ടിയിട്ട് കിട്ടുന്ന 1 അടി വീതിയും 2 അടി നീളമുള്ള പ്ലാസ്റ്റിക് ബാഗ്. അതായിരിക്കും നമ്മൾ ബെഡായിട്ട് ഉപയോഗിക്കുന്നത്. പിന്നെ റബ്ബർ ബാൻഡ്, പഞ്ചിങ് മെഷീൻ, ഇങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ വേണം. അപ്പൊ ഇതില് ഇത്രയാണ് നമുക്ക് വേണ്ട. ഇതൊന്നും എഴുതണമെന്നില്ല, ഇതൊക്കെ ഞാൻ ഗ്രൂപ്പിൽ ഇട്ടേക്കും.
നമ്മൾ ജസ്റ്റ് കണ്ടാൽ മതി. നാളെ ഇത് കാണുമ്പോഴേ ഇന്ന് കണ്ടതാണെന്നുള്ള ഓർമ്മയുണ്ടായാൽ മതി. അപ്പൊ ഇത്രയാണ് നമുക്ക് വേണ്ടത് സൗകര്യം. അല്ലേ? ഇതൊരു സാമ്പിൾ ഇമേജസ് ആണ്. അത് ഷെഡ് എങ്ങനെയൊക്കെ ആയിരിക്കണം നോക്കുക. ഈ ഷെഡ് കാണുമ്പോഴേ തന്നെ നമുക്കൊരു ധാരണ വരുന്നുണ്ട്. വലിയ ചെലവൊന്നും ഇല്ലാതെ നമുക്ക് ഷെഡ് ഉണ്ടാക്കാൻ പറ്റും. ആദ്യത്തെ ഷെഡിന് നമുക്കത് ചാക്കൊക്കെ കെട്ടി മറച്ചതാണ്. പക്ഷെ അതിന്റെ ഉള്ളിൽ എലിയും മറ്റൊക്കെ കയറാതിരിക്കാനുള്ള സൗകര്യങ്ങൾ നമ്മൾ ഒരുക്കണം. മറ്റ് റൈറ്റ് സൈഡിൽ നോക്കിയാൽ അതും അതേപോലെ തന്നെ അതൊരു എന്താ പെട്ടെന്ന് തട്ടിക്കൂട്ടി ഒപ്പിച്ച പോലെ നമ്മള് എന്താ പറയാ ഷീറ്റൊക്കെ വെച്ചിട്ട് ഉണ്ടാക്കിയതാണ് റൈറ്റ് സൈഡിൽ. ഇനി താഴെ ഇടത്ത ഭാഗത്തുള്ളതാണെങ്കിൽ അത് അതിന്റെ മേൽക്കൂര നോക്കാം. മേൽക്കൂര എന്ന് പറയുമ്പോൾ വൈക്കോലും മുളയും കമ്പൊക്കെ വെച്ചിട്ടാണ് മേൽക്കൂര ഉണ്ടാക്കിയിരിക്കുന്നത്. ചുമരാണെങ്കിൽ ഇഷ്ടിക വെച്ചിട്ട്. അതിന് നാലാമത്തെ നോക്കുകയാണെങ്കിൽ അതും വളരെ ചെറിയ ചെലവില് ഉണ്ടാക്കാവുന്നതാണ് ഈ മഷ്റൂം ഹൗസസ്. അല്ലെങ്കിൽ ചെറിയ ചെലവില് ഉണ്ടാക്കേണ്ടതുള്ളൂ. ഇനി അതിനകത്ത് എന്തൊക്കെ ഇത് പുറമേയുള്ള കാഴ്ചയാണ് ഞാൻ ഇവിടെ കാണിച്ചത്. ഇതിനകത്ത് എന്തൊക്കെ ശ്രദ്ധിക്കണം എന്നുള്ളതാണ്. അതാണ് ഇമ്പോർട്ടന്റ്. അകം എങ്ങനെയായിരിക്കണം. പുറമെ എങ്ങനെയാണെങ്കിലും അകം വളരെ ശുദ്ധമായി നീറ്റ് ആയിരിക്കണം. നീറ്റ് ആൻഡ് ക്ലീൻ ആയിരിക്കണം. അപ്പൊ അതിന് നോക്കാം. ഇവിടെ സ്ക്രീനിൽ കാണാൻ പറ്റും. നോക്കാം. ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് എലികളും കീടങ്ങളും അതേപോലെ വെയിലുമാണ്. ചൂട്. പുറത്തൊക്കെ നമ്മൾ ഇത് ഉണ്ടാക്കുമ്പോൾ വെയിലേറ്റ് അതിനുള്ളിൽ ചൂടാകരുത്. അപ്പൊ അതിനുള്ള സൗകര്യങ്ങൾ നമ്മൾ ഒരുക്കണം. ആദ്യം എലികളെ നോക്കാം. അപ്പൊ എലികൾ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമുക്കൊരു ചിക്കൻ നെസ്റ്റ്, ഒരു മെഷോ ഒക്കെ അതിനകത്ത്, അതായത് ചുമര് ഇല്ലാത്ത ജനലും മറ്റൊക്കെ അങ്ങനെയുള്ള ഭാഗത്ത് നമ്മൾ ഇതുപോലുള്ള വല അടിച്ച് കൊടുക്കണം, എലികൾ വരാതിരിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഒരു നെറ്റ്, ആ ഗ്രീൻ ഷെയ്ഡ് നെറ്റ്, അത് ഉപയോഗിക്കാം. അതെന്തിനാണ്? അതിനകത്ത് ഇരുട്ട് കിട്ടണം. അതായത് ആദ്യം നമ്മള് ചിപ്പിക്കൂണാണ് തയ്യാറാക്കുന്നതെങ്കിൽ ആദ്യത്തെ 15 ദിവസം അത് ഇരുട്ട് മുറിയിലായിരിക്കണം. ഇരുട്ട് മുറി എന്ന് വെച്ച് എല്ലാം വാതിലൊക്കെ കൊട്ടി അടച്ചിട്ടൊരു ഇരുട്ട് മുറിയല്ല. ഇരുട്ടുണ്ടായിരിക്കണം, പക്ഷെ വായു സഞ്ചാരം നന്നായിട്ടുണ്ടായിരിക്കണം. ഇരുട്ടായിരിക്കുകയും വേണം, വായു സഞ്ചാരം ഉണ്ടായിരിക്കുകയും വേണം. വായു സഞ്ചാരം പറയാൻ കാരണം, ഇത് നമ്മള് ബെഡൊക്കെ തയ്യാറാക്കി അതിനകത്ത് വെച്ചാൽ അതിനകത്ത് നിന്ന് കൂണ് വളരുന്ന സമയത്ത് കാർബൺ ഡൈ ഓക്സൈഡ് ജനറേറ്റ് ചെയ്യപ്പെടും. അപ്പൊ ആ കാർബൺ ഡൈ ഓക്സൈഡ് പുറത്തേക്ക് പോയിട്ടില്ല എങ്കിൽ കൂണ് വളരില്ല. അപ്പൊ അതിന് പുറത്തേക്ക് കളയണമെന്നുണ്ടെങ്കിൽ നിർബന്ധമായിട്ടും നല്ല വായു സഞ്ചാരമുള്ള റൂമായിരിക്കണം. അപ്പം എലികളൊക്കെ കയറാതിരിക്കാൻ എന്തൊക്കെ സൗകര്യങ്ങൾ ചെയ്യണം, അത് നിർബന്ധമായിട്ടും ചെയ്യണം. ജനല് ആ ചുമരില്ലാത്ത തുറന്നിടത്ത് നമ്മൾ ഈ ഇതുപോലെ നെറ്റ് വെച്ച് അടിക്കുക. അതേപോലെ വെയില് ചൂട് ഏൽക്കാതിരിക്കാൻ ഇതുപോലെ ഗ്രീൻ ഷെയ്ഡ് നെറ്റും ഉപയോഗിക്കാം. ഇരുട്ടിന് വേണ്ടിയിട്ടുള്ള സൗകര്യങ്ങൾ ചെയ്യാം. ഇനി നമ്മൾ കുറച്ചും കൂടി വലിയ തോതിൽ ചെയ്യാനാണെങ്കിൽ അവിടെ എന്തൊക്കെ ശ്രദ്ധിക്കണം? അതായത് നമ്മൾ പുറത്തൊരു ഷെഡ് കെട്ടുകയാണെങ്കിൽ, ഇത് പുറത്ത് ഷെഡ് കെട്ടണമെന്ന് യാതൊരു നിർബന്ധവും ഇല്ല. ഇപ്പോ നമുക്ക് വീട്ടിൽ തന്നെ ഒരു ഉപയോഗിക്കാത്ത റൂം ഉണ്ടെങ്കിൽ ആ റൂം ഉപയോഗിക്കാം. അതുപോലെ പഴയ വീടൊക്കെ ഉണ്ടെങ്കിൽ ആ വീട് ഉപയോഗിക്കാം. ഇന്നലെ ആരോ ചോദിച്ചു, ഈ കോഴി ഫാം ബാക്കി അത് ഇപ്പൊ ഫ്രീ ആയിട്ടുണ്ട്, അത് ഉപയോഗിക്കാമോ? ഉപയോഗിക്കാം, പക്ഷെ അത് വളരെ ക്ലീൻ ആക്കണം. ക്ലീൻ ആക്കണം എന്ന് വെച്ചാൽ അണുവിമുക്തമാക്കണം. അതിനുശേഷം അതൊക്കെ പിന്നീട് പറയാം. അപ്പൊ ഇതിൽ ആദ്യം വേണം നമ്മൾ ഷെഡ് കെട്ടുകയാണെങ്കിൽ നോക്കൂ. ഇത് പറയുന്നത് നിങ്ങളെ ഒരു അറിവിലേക്ക് വേണ്ടി മാത്രമാണ്. നാളെ തന്നെ നിങ്ങൾ പോയി ഷെഡും ഈ തരത്തിൽ ആലോചിക്കണം എന്നല്ല. നിങ്ങൾ ആദ്യത്തെ ഒരു 6 മാസം നിർബന്ധമായിട്ടും വീട്ടില് ഉള്ള ആവശ്യത്തിനും അതേപോലെ അയൽക്കാർക്ക് ഉണ്ടെങ്കിൽ അവർക്കും കാശിന് കൊടുക്കാൻ, ഒരാൾക്ക് പോലും ഫ്രീ ആയിട്ട് കൂണ് കൊടുക്കരുത്. കാരണം അത്ര ഈസി ആയിട്ട് ആക്കാവുന്ന കൂണ്
അതുപോലും ആക്കാൻ പറ്റാത്ത ആളാണെങ്കിൽ തിന്നരുത്. ഒരാൾക്ക് പോലും ഫ്രീ ആയിട്ട് നിങ്ങൾ കൂണ് കൊടുക്കരുത്. 200 ഗ്രാം കൂണിന് 50-60 രൂപയൊക്കെ വാങ്ങിക്കുന്നതിന് യാതൊരു ബുദ്ധിമുട്ടും ഇല്ല. അപ്പോൾ ഒരു 6 മാസം നിങ്ങൾ സ്വന്തം ആവശ്യത്തിൽ കൂൺ ഉണ്ടാക്കാം. അപ്പൊ അതിനുശേഷം ഇപ്പൊ ഈ ഡിസ്കസ് ചെയ്യുന്ന കാര്യത്തിനെ കുറിച്ച് ഓർത്താൽ മതി. അപ്പം നമ്മൾ ആദ്യം വേണ്ടത് അതിന്റെ ചുറ്റും 1 മീറ്റർ ഉയരത്തില് പിന്നെ ഒരു ചുമര് വേണം. അതിന് ചെത്തുകല്ലോ ഹോളോ ബ്രിക്സോ ഇഷ്ടികയോ ഒക്കെ ഉപയോഗിക്കാം. അത് മേലോളം വേണമെന്ന് നിർബന്ധമില്ല. നമ്മളൊരു ഷെഡ് ഉണ്ടാക്കുകയാണെങ്കിൽ മേലോളം അത് വേണം നിർബന്ധമില്ല. 1 മീറ്റർ ഉയരത്തില് ഒരു കല്ല് മറ്റൊക്കെ കെട്ടിയിട്ട് നല്ല സ്ട്രെങ്ത് ഉണ്ടാക്കുന്നത് നല്ലതാണ്. അവിടെ അതേപോലെ തന്നെ മേലേക്ക് ഒരു 3 അതിനുള്ളിലത്തെ കാര്യമാണ് പറയുന്നത്. ഉള്ളില് ഒരു 4 മീറ്റർ 3 മീറ്റർ ഉയരത്തിൽ നെറ്റ് അടിക്കണം. നമ്മൾ റൂഫിംഗ് എന്നൊക്കെ പറയുന്നില്ലേ, അപ്പൊ റൂഫിന് താഴെ മേലെ നമ്മളപ്പുറം കണ്ടു. ഇവിടെ കണ്ടില്ലേ, ഇവിടെ റൂഫൊക്കെ കണ്ടു. പിന്നെ സപ്പോസ് ഇതൊരു 4-5 മീറ്റർ ഉയരമാണെന്ന് വിചാരിക്കാം. അപ്പൊ ഇതിനകത്തെ കാര്യമാണ് പറഞ്ഞത്. 3 മീറ്റർ ഉയരത്തില് നമ്മള് നെറ്റ് അടിക്കണം. കാരണം അല്ലെങ്കിൽ മേലെ കൂടെ എലികളും മറ്റ് കീടങ്ങളൊക്കെ വരാനുള്ള സാധ്യതയുണ്ട്. അപ്പം ഉള്ളില് 3 മീറ്റർ ഉയരത്തില് നെറ്റ് അടിക്കാം. അതിന് താഴെ ഒരു 2.5 മീറ്റർ ഉയരത്തിൽ ഫാൾസ് റൂഫിംഗ് വേണം. ഈ ഫാൾസ് റൂഫിംഗ് എന്തിനാണെന്ന് വെച്ചാൽ അതിനകത്തുള്ള ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്യാൻ. നമ്മൾ പുറത്താണ്, തുറസായ സ്ഥലത്താണ് ചെയ്യുന്നതെങ്കിൽ വേനൽക്കാലത്ത് ചൂട് കൂടും. അപ്പൊ ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്യണമെങ്കിൽ ഉള്ളിൽ ഒരു 2.5 മീറ്റർ ഉയരത്തിൽ ഒരു ഫാൾസ് റൂഫിംഗ് സെറ്റ് ചെയ്യാം. പിന്നെ നിലത്ത് അധികം വലിയ സെറ്റപ്പ് ഒന്നും വേണമെന്നില്ല. മെറ്റൽ ഷീറ്റ്സ് ഉപയോഗിച്ചിട്ട് ചെറുതായിട്ടൊന്ന് കോൺക്രീറ്റ് ചെയ്താൽ മതി. വെറും മണ്ണ്, തുറന്ന മണ്ണ് വേണ്ട. കാരണം മണ്ണിൽ പലതരത്തിലുള്ള ഫംഗസുകളും മറ്റൊക്കെ ഉണ്ടാവും. ആ ഫംഗസുകള് ഈ ഒരു അറ്റ്മോസ്ഫിയറിൽ കൂടുതൽ ആക്റ്റീവ് ആവും. അപ്പൊ ഒന്ന് മെറ്റൽ ഷീറ്റ്സ് ഇട്ടിട്ട് ഒരു പരിവരുത്തതാക്കി വെക്കാം. പിന്നെ ആ നിലത്ത് നമുക്ക് ചാക്കൊക്കെ വിരിക്കാം. പിന്നെ ശ്രദ്ധിക്കേണ്ടത് മേൽക്കൂര ചരിവുള്ളതായിരിക്കണം. അതും ആ ഇമേജിൽ കണ്ടു, ഇവിടെ കണ്ടില്ലേ, ഏറ്റവും ലാസ്റ്റ് 4ാമത്തെ ചരിവുള്ളത് വി ഷേപ്പില്. അപ്പൊ ഇങ്ങനെയാകുമ്പോ ഈ മേലെ കൂടെ എയർ ഫ്ലോ, വായുസഞ്ചാരം കിട്ടും. വായുസഞ്ചാരം കിട്ടുന്നത് അതിനകത്തുള്ള കാർബൺ ഡൈ ഓക്സൈഡ് പുറത്തേക്ക് പോകണം. മേൽക്കൂര ഈ ഒരു ഷേപ്പ് ഇൻവേർട്ടഡ് വി ഷേപ്പിലായിരിക്കണം. ഇനി അപ്പം ഇങ്ങനെയൊക്കെയാണ് കൺസ്ട്രക്ഷൻ എന്ന് പറഞ്ഞു. ഇനി എത്ര സ്പേസ് വേണം, എത്ര സ്ക്വയർ ഫീറ്റ് വേണം നമുക്ക്, അല്ലെങ്കിൽ എത്ര സ്ക്വയർ മീറ്റർ വേണം? നമ്മളിപ്പോ ഉദ്ദേശിക്കുന്ന ഒരു ദിവസം നമുക്ക് 5 കിലോ കൂണ് വേണമെന്ന് വിചാരിക്കും. അപ്പം ദിവസം 5 കിലോ കൂണ് വേണം എന്നുണ്ടെങ്കിൽ ഒരു ദിവസം നമ്മൾ 20 ബെഡ് വെച്ച് തയ്യാറാക്കണം. ഒരു ബെഡ് എന്ന് വെച്ചാൽ നേരത്തെ പറഞ്ഞു എത്രയാ, 1 അടി നീളം, 1 അടി വീതിയും 2 അടി നീളവുമുള്ള പ്ലാസ്റ്റിക് കവറിനെയാണ് ഒരു ബെഡ് എന്ന് പറയുന്നത്, ചിപ്പിക്കൂണിനെ സംബന്ധിച്ച് നോക്കുമ്പോൾ. അപ്പം അങ്ങനെയുള്ള 20 ബെഡ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് 5 കിലോ കൂണ് ഒരു ദിവസം ഉത്പാദിപ്പിക്കാൻ പറ്റുള്ളൂ. അപ്പൊ അത് വെക്കാൻ എന്ത് വേണം, നമുക്ക് 2 റൂം വേണം. ഒരു ഹാർവെസ്റ്റ് റൂമും അതേപോലെ സ്പോൺ റണ്ണിങ് റൂമും. അതായത് നമ്മൾ ബെഡ് തയ്യാറാക്കിയിട്ട് ആദ്യത്തെ 15 ദിവസം അത് ഇരുട്ട് മുറിയിൽ വെക്കണം. അതിനാണ് സ്പോൺ റണ്ണിങ് റൂം എന്ന് പറയുന്നത്. 15 ദിവസം ഒന്നും ചെയ്യണ്ട, നമ്മളെല്ലാം അടുക്കി എന്ന് പറയുമ്പോൾ ചെറിയ സ്പേസ് വേണം, കാരണം എയർ സർക്കുലേഷൻ വേണം. ഒരു സ്പോൺ റണ്ണിങ് റൂമിൽ വെക്കാം. അതായത് നമ്മുടെ ഡാർക്ക് റൂമിൽ വെക്കാം. 16ാമത്തെ ദിവസം നമുക്ക് അതിനെ ഹാർവെസ്റ്റ് റൂമിലേക്ക് മാറ്റാം. അപ്പം 2 റൂം വേണം നമുക്ക്. ഒരു സ്പോൺ റണ്ണിങ് റൂം 40 സ്ക്വയർ മീറ്റർ ഉള്ളത്. 40 സ്ക്വയർ മീറ്റർ എന്ന് പറയുമ്പോൾ ഒരു 8 മീറ്റർ നീളവും 5 മീറ്റർ വീതിയും ഉള്ളൊരു റൂം. ആ മേലെ പറഞ്ഞ ആ സെറ്റപ്പിലൊക്കെ ഉള്ളത്. അതിന്റെ വിസ്തീർണ്ണാണ് 40, 8 മീറ്റർ. അത് അങ്ങോട്ടും ഇങ്ങോട്ടും ആവാം. അപ്പൊ അങ്ങനെയുള്ള 2 റൂം ഉണ്ടെങ്കിൽ നമുക്ക് 5 കിലോ കൂണ് ഉൽപ്പാദിപ്പിക്കാൻ ഇത്രയും സ്പേസ് വേണം. പിന്നെ എന്ത് വേണം ശ്രദ്ധിക്കേണ്ടത്,
അതിനകത്ത് താപനില നിയന്ത്രിക്കണം. 30 ഡിഗ്രി സെൽഷ്യസിൽ താഴെ ഈർപ്പം, അതേപോലെ തന്നെ താപനില ചൂട് അതിനകത്ത് 30 ഡിഗ്രി സെൽഷ്യസ് താഴെ പാടുള്ളൂ. പിന്നെ ഈർപ്പം 80% മുകളിലാണ്. ഈ ഒരു കാലാവസ്ഥ മെയിൻറ്റെയിൻ ചെയ്യാൻ ഈ മഴക്കാലത്ത് നമ്മൾ പ്രത്യേകിച്ച് ഒന്നും തന്നെ ചെയ്യേണ്ടതില്ല. കാരണം ഈ മഴക്കാലത്ത് നമ്മുടെ കേരളത്തിലെ കാലാവസ്ഥ ഇതാണ്. അപ്പൊ അതുകൊണ്ട് പറഞ്ഞത് നേരത്തെ ചിപ്പിക്കൂണിന് പറ്റിയ കാലാവസ്ഥയാണ് മഴക്കാലം. പിന്നെ അതിനകത്ത് വെന്റിലേഷൻ സൗകര്യം വേണം. വലിയ പിന്നെ ഹോളൊക്കെ ആണെങ്കിൽ എക്സോസ്റ്റ് ഫാനും കൂടി നന്നായിരിക്കും. കാരണം എക്സോസ്റ്റ് ഫാൻ നേരത്തെ പറഞ്ഞല്ലോ, ഇത് കൂണ് വളരുന്ന സമയത്ത് അതിൽ വല്ലാണ്ട് കാർബൺ ഡൈ ഓക്സൈഡ് ജനറേറ്റ് ചെയ്യപ്പെടും. ആ കാർബൺ ഡൈ ഓക്സൈഡ് പുറത്തേക്ക് പോയിട്ടില്ല എങ്കിൽ നമുക്ക് കൂണ് വളരൂല. അപ്പൊ കാർബൺ ഡൈ ഓക്സൈഡിന്റെ സാന്നിധ്യം കൂണിന്റെ വളർച്ചയെ തടയും. അപ്പൊ ആ കാർബൺ ഡൈ ഓക്സൈഡ് ജനറേറ്റ് ചെയ്യപ്പെടുന്ന കാർബൺ ഡൈ ഓക്സൈഡ് പുറത്തേക്ക് കളയണം എന്നുണ്ടെങ്കിൽ നിർബന്ധമായിട്ടും അതിനകത്ത് എക്സോസ്റ്റ് ഫാൻ ഉണ്ടായിരിക്കണം. ചുരുങ്ങിയത് ഒന്ന് വേണം. ആ ഷെഡിന്റെ വലുപ്പത്തിനനുസരിച്ചിട്ട് 2 എണ്ണമെങ്കിലും വേണം. ഒരു 3 അടി ഹൈറ്റിൽ ഒന്ന് വെക്കാം, അതേപോലെ തന്നെ 7 അടി ഹൈറ്റിൽ മറ്റൊന്ന് വെക്കാം. പിന്നെ ഒന്ന് അതിന്റെ ലെങ്ത്, അത് കിഴക്ക് പടിഞ്ഞാറായിട്ട് അറേഞ്ച് ചെയ്യുന്നതായിരിക്കും നല്ലത്. ചിലർ തെക്ക് പടിഞ്ഞാറ് തെക്ക് വടക്ക് എന്നും പറയുന്നുണ്ട്. പക്ഷെ പൊതുവെ പറയപ്പെടുന്നത് കേരളത്തിനെ സംബന്ധിച്ച്, കാരണം കാറ്റ് വരുന്നത് മിക്കവാറും പടിഞ്ഞാറ് ഭാഗത്തു നിന്നാണല്ലോ. അപ്പം അതിനനുസരിച്ചിട്ട് അതിന്റെ പൊസിഷൻ നമ്മൾ ചെയ്യുമ്പോൾ എയർ സർക്കുലേഷൻ നാച്ചുറലി സംഭവിക്കും. അല്ലാത്ത കേസിലാണ് ഈ പിന്നെ എന്താ എക്സോസ്റ്റ് ഫാനൊക്കെ പറയുന്നത്. പക്ഷെ ഇതൊന്നും നാളെ തന്നെ ചെയ്യേണ്ടതല്ല. നാളെ ചെയ്യേണ്ടത് അല്ലെങ്കിൽ അടുത്ത ദിവസം ചെയ്യേണ്ടത് ഒന്നും ചെയ്യണ്ട. നിങ്ങൾ ജസ്റ്റ് 2 ബാറ്ററി ഇട്ടാൽ മാത്രം മതി. പിന്നെ ഒന്ന് നമ്മൾ ഇതൊക്കെ ചെയ്യുമ്പോൾ റൂമൊക്കെ ഉണ്ടാക്കി ഇതൊക്കെ തൂക്കിയിട്ട് കൂണൊക്കെ വരുന്നത് കാണുമ്പോൾ നമുക്കൊരു ആകാംക്ഷയുണ്ടാവും. എന്താ നമ്മുടെ ഫ്രണ്ട്സിനൊക്കെ അല്ലെങ്കിൽ നമ്മൾ അറിയുന്ന ആൾക്കാരെയൊക്കെ ഒന്ന് വിളിച്ച് കാണിക്കും. കണ്ടോ എന്റെ കൂണെന്ന് പറഞ്ഞിട്ട് കാണിക്കാൻ, അല്ലേ? ഞാൻ ആരാള് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു തോന്നുമല്ലോ നമുക്ക്. ഒരാളെ പോലും നമ്മുടെ ഈ കൂൺ റൂമിനകത്തേക്ക് കയറ്റരുത് എന്നാണ് പറയുന്നത്. കാരണം ബ്രേക്ക് ദ ചെയിൻ പ്രത്യേകം പറയേണ്ട കാര്യമില്ലല്ലോ. ഇപ്പൊ എന്തുകൊണ്ട് എല്ലാവരും അകത്തന്നെ അടച്ചിട്ടാ ഇരിക്കുന്നത്? കാരണം ഏത് ഭാഗത്തു നിന്നാ വരിക എന്ന് അറിയില്ല ഇപ്പൊ കൊറോണ. അതേപോലെ തന്നെ ഈ ഫംഗസ് എന്ന് പറയുന്നത് അതിന്റെ സ്പോർസ് അല്ലെങ്കിൽ അതിന്റെ വിത്തുകള് ഈ അന്തരീക്ഷത്തിലൊക്കെ പാറി നടക്കുന്നുണ്ട്. പലതരത്തിലുള്ള ഫംഗസുകൾ പറഞ്ഞല്ലോ, 1,00,000 സംതിങ് ഫംഗസുകൾ ഉണ്ട്. അപ്പൊ പലതരത്തിൽ ഒന്നും വേണ്ട, നമ്മളിപ്പോ ഒരു പായ ഉപയോഗിക്കാതിരുന്നാൽ അതിനകത്ത് പൂപ്പല് കയറുന്നില്ലേ? ആ പൂപ്പല് മതി നമ്മുടെ കൂൺ കൃഷിയെ നശിപ്പിക്കാൻ വേണ്ടിയിട്ട്. അപ്പം അത്രയും നീറ്റ് ആയിരിക്കണം ഒന്ന്. പിന്നെ ആൾക്കാർ വരുമ്പോ ഒരു 5-6 ആൾക്കാർ ഒരു സ്പോൺ റണ്ണിങ് റൂമിലോ അല്ലെങ്കിൽ ഈ ഹാർവെസ്റ്റിംഗ് റൂമിലോ കയറി അവര് ശ്വസിക്കുമ്പോൾ പുറത്തേക്ക് എന്ത് പോകുന്നുണ്ട്? കാർബൺ ഡൈ ഓക്സൈഡ് പോകുന്നുണ്ട്, അല്ലേ? ആ കാർബൺ ഡൈ ഓക്സൈഡ് പോലും അതിന് എക്സസ് ആവും. അതുകൊണ്ടാണ് പറയുന്നത്, കൂൺ ഉണ്ടാക്കി പാക്ക് ചെയ്ത് വിൽക്കാൻ വേണ്ടി റെഡി ആകുമ്പോൾ ആൾക്കാരെ കാണിച്ചാൽ മതി. കൂൺ റൂമില് മഷ്റൂം ഷെഡില് നിങ്ങൾ ഒരാളെ എന്റർടൈൻ ചെയ്യില്ല. നിങ്ങൾ പോലും രാവിലെയും വൈകുന്നേരം ഓരോ നേരം പോയിട്ട് അതിനെ പരിചരിച്ചിട്ട് ഇറങ്ങിയാൽ മതി. കൂടെ കൂടെ അതിനകത്തേക്ക് കയറേണ്ട കാര്യമില്ല. കാരണം അത്രയും നമ്മളൊരു ചെറിയ കുട്ടി വീട്ടിൽ ജനിച്ചു കഴിഞ്ഞാൽ ആ കുട്ടിയെ നമ്മൾ എങ്ങനെ പരിചരിക്കും? പ്രസവിച്ച അമ്മയും കുട്ടിയും എങ്ങനെ നമ്മൾ പരിചരിക്കും? അത്രമാത്രം ശ്രദ്ധയോടുകൂടി വേണം ഈ കൂണുകളെ നമ്മൾ പരിചരിക്കാൻ വേണ്ടി. ഇത്രയാണ് ഇന്നത്തെ സെഷൻ. ഇതുവരെ സംസാരിച്ചതിൽ എന്തെങ്കിലും
ചോദിക്കാനുണ്ടെങ്കിൽ നിങ്ങൾക്കിപ്പോ ചോദിക്കാം. വൺ ബൈ വൺ ആയിട്ട് ചോദിക്കാം. ആർക്കെങ്കിലും ആദ്യം ഒന്ന് കൈ പൊക്കണമെന്നില്ല. ആരോ നേരത്തെ എന്തോന്ന് ചോദിച്ചു, നേരത്തെ ആരോ ഒരാൾ ചോദിച്ചു, അവരെന്നെ ആദ്യം ചോദിച്ചോട്ടെ.